നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും അറിയില്ല. നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ചന്ദ്രകുമാർ മാധവൻ്റെ. പുള്ളിക്കാരൻ്റെ പ്രൊഡിക്ഷൻ വളരെ നിർണായകമായ പ്രൊഡിക്ഷൻ ആയിരുന്നു. കാരണം പുള്ളിക്കാരൻ പറഞ്ഞ എല്ലാ കാര്യവും നടക്കാണ് ചെയ്തത്. ഫ്ലാഷ് ബാക്ക്. പിന്നെ അവസാനം ഷൈൻസ് ആഫ്രിക്കയിലേക്ക് വന്നൊരു 30 റൺ അടിക്കും. അങ്ങനെ ഒരു 140-120 റണ്ണിന് നമുക്ക് അവരെ കളി തീർക്കായിരുന്നു. അപ്പോൾ നാളത്തെ മത്സരം ആര് ജയിക്കുന്നതാണ് പറയുന്നത്? അങ്ങനെ പറ്റി ചോദിച്ചാൽ ശുഭപ്രതീക്ഷ 100% വിജയം അത് തന്നെയാണ്. അപ്പോൾ ചന്ദ്രകുമാർ മാധവ് എങ്ങനെയാണ് ആ ഒരു പ്രൊഡിക്ഷനിലൊക്കെ എത്തിയത്? 1900 ചില്ലുവാനങ്ങളിൽ ഞാൻ നടത്തിയ എൻ്റെ ക്രിക്കറ്റ് ക്യാമ്പയിനും എക്സ്പീരിയൻസും, കൂടെയുള്ള എൻ്റെ അനാലിറ്റിക്സ്, പിന്നെ എൻ്റെ വിക്കറ്റ് കീപ്പർ രാഹുൽ ശർമ്മ, കൂടെയുള്ള എൻ്റെ ബോളർ അഖിലേഷ് ധവാൻ, ഇവരൊക്കെയുള്ള അനാലിറ്റിക്സ് പ്രകാരം ഷൈൻ അഫ്രീഡിയെ കഴിഞ്ഞ 5 വർഷമായിട്ട് കൊറോണ കേസ് അടിക്കുന്നുള്ളൂ. പിന്നെ അടിക്കാത്ത ബാബർ റിസ്വാനും പാകിസ്ഥാനിൽ തന്നെ ഇരിക്കുന്നത്. അങ്ങനത്തെ കണക്കൂട്ടലിൽ പിന്നെ ഇവർ നേരത്തെയുള്ള മികച്ച ബാറ്റിംഗ് കൊണ്ടും പിന്നെ ഫാസ്റ്റ് ബോളിംഗ് ഈ പ്രാവശ്യം കുറച്ചത് കൊണ്ടും ഒരു 120-140 നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാം. പിന്നെ ഷൈൻ അഫ്രീഡി 20-25 പ്രൊഡിക്റ്റ് ചെയ്തത്. ഇനി എങ്ങാനും 30 അടിച്ചാൽ അടിച്ചു, അതുകൊണ്ട് 30 പ്രൊഡിക്റ്റ് ചെയ്തു. അങ്ങനെയാണ് ആ ഒരു പ്രൊഡിക്ഷനിലോട്ട് ഞാൻ എത്തിയത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബാക്കി വീഡിയോസുമായിട്ട് അത് വീണ്ടും കാണാം. അതെ.